നാടകീയമായ സംഭവ വികാസങ്ങൾക്കാണ് ദില്ലിയിൽ AKG ഭവൻ സാക്ഷ്യം വഹിച്ചത്. അവിടെ പോലീസ് യൂണിഫോമിലല്ലാതെ എത്തിയ ഉന്നത ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള സംഘം ഐഷി ഘോഷിനെ തേടിയാണ് എത്തിയത്. 2021 അന്ന് ബംഗ്ലാ ഭവൻ ഉപരോധിക്കുന്നതിനിടയിലാണ് ഐഷ ഘോഷിനെതിരെ ഒരു കേസെടുത്തിരുന്നത്. അത് ഈ കേസുമായി ഒരു ബന്ധമില്ലാത്തതാണ്. അത് ബംഗ്ലാ ഭവനിൽ നടന്ന ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസായിരുന്നു. ആ കേസ് 30-ാം തീയതി വീണ്ടും കേൾക്കാനിരിക്കെയാണ് വീണ്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള സംഘം ഐഷി ഘോഷിനെ തേടി ദേശീയ പാർട്ടിയായ CPM-ന്റെ ആസ്ഥാനത്തേക്ക് എത്തിയത്. അവിടെ നിന്നും കാര്യങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ആദിൽ പാലോട് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദിൽ പാലോട്, അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങൾക്കാണ് ഇന്ന് AKG ഭവൻ സാക്ഷ്യം വഹിച്ചത്. 2021 ഒരു കേസ്, ആ കേസ് വാറണ്ടായി കിടക്കുന്നു. 5 വർഷങ്ങളായി ആ കേസ് അനക്കമല്ലാതെ കിടക്കുന്നു. 30-ാം തീയതി ആ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുന്നു. അതിനിടയിലാണ് ഐഷി ഘോഷിനെ തേടി CPM-ന്റെ ഓഫീസിലേക്ക് ദില്ലി പോലീസ് എത്തുന്നത്. എന്തായിരുന്നു ആ വരവിൻ്റെ ഉദ്ദേശം? എങ്ങനെയാണ് ഒടുവിൽ ജോൺ ബ്രിട്ടാസ് ആ വരവിനെ പ്രതിരോധിച്ചത്? അരുൺകുമാർ, ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനായി CPM-ന്റെ ദേശീയ ആസ്ഥാനത്ത് എത്തിയതിൽ തന്നെ ദില്ലി പോലീസിന്റെ നടപടികളിൽ ദുരൂഹതയുണ്ടായിരുന്നുവെന്ന് വ്യക്തമായും സംശയിക്കാൻ കഴിയും. ഞാനിപ്പോൾ ഉള്ളത് ഈ സംഭവങ്ങൾ നടന്ന നാടകീയ നീക്കങ്ങൾ നടത്തിയിട്ടുള്ള CPM-ന്റെ ദേശീയ ആസ്ഥാനമായ AKG ഭവന് മുന്നിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്താണ്. ഐഷി ഘോഷ് 4 മണിയോടുകൂടി വളരെ വേഗം എത്തുകയും നേതാക്കളെ കാണാനായി AKG ഭവന്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ ഐഷി ഘോഷിനെ പിന്തുടർന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയത് എന്ന് പറയേണ്ടി വരും. ഐഷി ഘോഷ് എത്തിയതിന് പിന്നാലെ വളരെ വേഗം വന്നത് സ്വകാര്യ വാഹനത്തിലാണ് എന്ന് ഓർക്കണം. പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിലായിരുന്നില്ല, സ്വകാര്യ നമ്പർ പ്ലേറ്റുള്ള സ്വകാര്യ വാഹനത്തിൽ എത്തുന്നു. ഐഷി ഘോഷിന് പിന്നാലെ അകത്തേക്ക് കടന്നു പോകുന്നതാണ് നമ്മൾ കണ്ടത്. അകത്ത് കടക്കുക അനുവാദമില്ലാതെ തന്നെ ഈ റിസപ്ഷനിലേക്ക് കടക്കുകയും ഉള്ളിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്തു. 3 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥ മഫ്തിയിലായിരുന്നു, യൂണിഫോം ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള ജീവനക്കാർ അവരെ അവിടെ തടയുന്നു. ഐഷി ഘോഷ് മുകളിലേക്ക് പോകുന്നത് കണ്ടു. പിന്നീടാണ് കാര്യങ്ങൾ മാറുന്നത്. ഐഷി ഘോഷിനെയും കൊണ്ട് മാത്രമേ ഇവിടെ നിന്ന് ഞങ്ങൾ പോവുകയുള്ളൂ എന്ന നിലപാട് പോലീസ് സ്വീകരിച്ചു. പിന്നാലെ CPM-ന്റെ രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് വന്ന് തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയി. യൂണിഫോം ഇല്ലാതെ എങ്ങനെ നിങ്ങൾക്ക് ഒരാളെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കും? ഔദ്യോഗിക വാഹനം എവിടെയാണ് എന്നീ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥർ മറുപടി പറയുന്നത്, ഒരു കോടതി കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് വരുന്ന വഴിക്ക് അറസ്റ്റ് ചെയ്യാമെന്ന് കരുതിയതാണ്, ഈ വാറണ്ട് ഉണ്ട് എന്ന് പറയുന്നത് നടക്കില്ല എന്ന് തീർത്തു പറഞ്ഞതിന് പിന്നാലെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മടങ്ങാൻ തീരുമാനിക്കുകയും ഈ ഭാഗത്തു കൂടി പോവുകയും ചെയ്തത്. പിന്നീട് CPM-ന്റെ MP-മാർ ഓരോരുത്തരായി ഇങ്ങോട്ടെത്തുന്നു. CPI-യുടെ സംഘം ഐക്യദാർഢ്യവുമായി D രാജയടക്കമുള്ളവരുടെയൊക്കെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഐഷി ഘോഷ് ഇപ്പോഴും എനിക്ക് പിന്നിലുള്ള CPM-ന്റെ ആസ്ഥാനമായ AKG ഭവന് ഉള്ളിൽ തന്നെയുണ്ട്. ഇനിയിപ്പോൾ അറസ്റ്റിന് സാധ്യത കാണുന്നില്ല. നാളെയോ മറ്റന്നാളോ എന്തെങ്കിലും അറസ്റ്റ് ഉണ്ടാകുമോ എന്ന സംശയമുണ്ട്. പോലീസ് ഏതായാലും ഐഷി ഘോഷിനെ പിടിച്ചു കൊണ്ടുപോകാൻ കണക്കാക്കി തന്നെയാണ് സ്വകാര്യ വാഹനത്തിൽ യൂണിഫോം പോലും ധരിക്കാതെ CPM-ന്റെ ദേശീയ ആസ്ഥാനത്തേക്ക് എത്തിയത്. അരുൺകുമാർ, ഓക്കെ, ആദിൽ പാലോടാണ് ഇപ്പോൾ CPM-ന്റെ AKG ഭവനിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്. ചോദ്യം ഇതാണ്, ഇപ്പോൾ CJP-യുടെ പ്രതിഷേധങ്ങൾക്കു ശേഷം CJP സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ധാരണകൾക്ക് വിരുദ്ധമായി വേട്ടയാണോ നടക്കുന്നത് ദില്ലി പോലീസിന്റെ വക?